ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ തൂങ്ങി മരിച്ച +1 വിദ്യാർത്ഥി അഭിഗീതിന്റെ പുതിയ വിളയിലുള്ള വസതി മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി സമാശ്വസിപ്പിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. യു പ്രതിഭ എംഎൽഎയും വീട് സന്ദർശിച്ചു. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ തൂങ്ങി മരിച്ച +1 വിദ്യാർത്ഥി അഭിഗീതിന്റെ കായംകുളം പുതിയ വിളയിലുള്ള വസതി മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി സമാശ്വസിപ്പിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം കൂടി നടത്താൻ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി കോശി, CPM പുതിയവിള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. അജികുമാർ, വൈസ് പ്രസിഡന്റ് വയലിൽ സന്തോഷ്, BDO ആഷ്ലി നായർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവലാൽ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ I. റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗം റാം കിഷോർ, CPI നേതാവ് ശ്രീകുമാർ, KR രാജേഷ് എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയും വീട് സന്ദർശിച്ചു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതക്കാരനായ മകൻ തിങ്കളാഴ്ച രാത്രിയിലും വിളിച്ചിരുന്നുവെന്നും സംസാരത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല എന്നും പിതാവ് KP ബിജു പറഞ്ഞു. സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. I hate myself എന്നും തൊട്ടടുത്ത ദിവസം നടക്കുന്ന മാതാവിന്റെ പിറന്നാൾ ആഘോഷം ഇക്കാരണത്താൽ അലങ്കോലമാക്കേണ്ടി വരുന്നതിന്റെ വിഷമവും ആത്മഹത്യാക്കുറിപ്പിൽ അഭിഗീത് കുറിച്ചിരുന്നു. പിതാവ് ബിജു മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി കുറിപ്പിലെ മകന്റെ കൈയക്ഷരം തിരിച്ചറിഞ്ഞു. ജ്യേഷ്ഠൻ പഠിച്ച നവോദയ വിദ്യാലയത്തിൽ സ്വന്തം ആഗ്രഹപ്രകാരമാണ് അഭിഗീത് അഡ്മിഷൻ നേടിയത്. ഏക സഹോദരൻ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായ അഭിനന്ദ. രണ്ട് ഇൻസിഡന്റ് വന്നപ്പോൾ എന്താണ് സംഭവത്തിന്റെ ഫാക്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണം അല്ല, പല കുട്ടികളെ ഇപ്പോൾ TC മാറ്റി എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നതിനെ പറ്റി അന്വേഷണമാണ്, പോലീസ് അന്വേഷണമാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് ഇപ്പം ഞാനത് നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ CD നെറ്റ് ന്യൂസ് കായംകുളം.